നമസ്കാരം. എനി ടൈം ന്യൂസിൻ്റെ പിന്നിട്ട് വഴികളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ചേരുന്നത്. അതിഥിയിലേക്ക് കടക്കുന്നതിന് മുൻപ് പിന്നിട്ട് വഴിയുടെ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഏറെ സമൂഹത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന ആളുകളുടെ ഇടയിലേക്ക് എനി ടൈം ന്യൂസിൻ്റെ പിന്നിട്ട് വഴികൾക്ക് എത്താൻ സാധിച്ചതിൽ ഞങ്ങളേറെ അഭിമാനത്തിലാണ്. നിങ്ങളുടെ ഇടയിലും സമൂഹത്തിൽ വ്യത്യസ്തമായ ആളുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഞങ്ങൾ കൈപിടിച്ചുയർത്തും. അപ്പോൾ ഇന്നത്തെ അതിഥിയിലേക്ക്. പരമ്പരാഗതമായി വടക്കാഞ്ചേരിയിൽ കച്ചവടം നടത്തിവരുന്ന കുടുംബമാണ് വടക്കൻ വീട്ടിൽ മാണിയേട്ടൻ്റെത്. ആ കുടുംബത്തിൽ നിന്നും കണക്കുകളിലെ കളികൾ പഠിച്ച് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടായി മാറിയിരിക്കുകയാണ് CA അനു ഫ്രാൻസിസ്. കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്നത് കച്ചവടമാണ്. കച്ചവട സ്ഥാപനങ്ങളിലെ പരിശോധനകളും കണ്ടാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആകുക എന്ന മോഹം മനസ്സിൽ കുറിച്ചിട്ടത്. അങ്ങനെ 22-ാം വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടായി. ഇപ്പോൾ 36 വയസ്സിലെത്തി നിൽക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളായി മാറി അനു ഫ്രാൻസിസ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആകുക എന്നത് ചെറിയ കാര്യമല്ല. 5 കൊല്ലം പഠിച്ച് പരീക്ഷ എഴുതിയാൽ ജയിക്കുന്നത് വിരലിൽ എണ്ണാവുന്നവർ മാത്രം. ഏറെ കഠിനമാണ് പഠനകാലം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഒപ്പിന് വലിയ വിലയുണ്ട്. എന്നാൽ ഓരോ ഫയലുകളും ഒപ്പുവെക്കുമ്പോൾ ഏറെ സൂക്ഷ്മത വേണം. ഒരു CA-കാരൻ ഒരു വർഷം 60 ഫയലിൽ മാത്രമേ ഒപ്പിടാൻ കഴിയൂ. വ്യവസായികൾക്കും സർക്കാരിനുമിടയിലുള്ള മീഡിയേറ്ററാണ് ചാർട്ടേഡ് അക്കൗണ്ട്. കേരളത്തിലെ പ്രമുഖ കമ്പനികളുടെയും ബാങ്കുകളുടെയും ചാർട്ടേഡ് അക്കൗണ്ടാണ് അനു ഫ്രാൻസിസ്. ICAIA ചെയർമാനായിരിക്കെ മികച്ച ബ്രാഞ്ചിനുള്ള അവാർഡും അനൂപിന് തേടിയെത്തി. ജന്മനാടായ വടക്കാഞ്ചേരിയിലെ AVF ആൻഡ് അസോസിയേറ്റ് എന്ന അക്കൗണ്ട് സ്ഥാപനമാണ് ആദ്യം തുറന്നത്. ഇപ്പോൾ തൃശൂരിൽ ബൈജു ആൻഡ് അനൂപ് എന്ന ഒരു സ്ഥാപനം കൂടി ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇടപാടുകളായതിനാൽ ഏറെ കരുതലോടെ വേണം ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കാൻ. 75ഓളം ജീവനക്കാർ ഇപ്പോൾ അനു ഫ്രാൻസിസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി കടന്നു വരുന്നത് CA അനു ഫ്രാൻസിസ് ആണ്. സ്വാഗതം സാർ. നമസ്കാരം. നമസ്കാരം. അനുവേട്ട, ചെറുപ്പം മുതലേ ഈ കുട്ടിക്കാലം മുതലേ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തലമുറയാണ് നിങ്ങളെ സംബന്ധിച്ച് മാണീസ്. അച്ഛനെ സംബന്ധിച്ചറിയാം, വടക്കാഞ്ചേരിയിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. ഒപ്പം തന്നെ പാരമ്പര്യമായിട്ട് കച്ചവടം എന്ന ഒരു തലത്തിലേക്കാണ് വളർന്നത്. അപ്പോൾ ഈ കുട്ടിക്കാലം മുതൽ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ കണക്കുകളും കാര്യങ്ങളും എല്ലാമായിട്ട് അടുത്തിടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു തലത്തിലേക്ക് മാറുവാനുള്ള ഒരു സാഹചര്യമെന്ന് എനിക്ക് തോന്നുന്നു. ചാർട്ടേഡ് അക്കൗണ്ട് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ വ്യവസായം മാത്രം അല്ലെങ്കിൽ കച്ചവടം മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഒരു വ്യവസായിയുടെ മുന്നിൽ ഞാനൊരു അഭിമുഖത്തിന് ഇരിക്കേണ്ട വന്നേനെ. പക്ഷെ അവിടെയും ചെറുപ്പം മുതലേ കണക്കിന് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയായിരുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? തുടക്കം വളരെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മുടെ രീതിയിലുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുകൾ വരുന്നത് കണക്കുകൾ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ എൻ്റെ ഒരു 3-ാമത്തെ വയസ്സിലാണ് നമുക്ക് ആദ്യമായിട്ടൊരു ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരുമ്പോൾ ഇപ്പോഴും എൻ്റെ വീട്ടിൽ പറയുന്നൊരു കാര്യമാണ്, ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നു, നമുക്ക് കണക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നില്ല, നമുക്കതിനെക്കുറിച്ച് അറിയില്ല, അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഒരു കീറാമുട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ 3 വയസ്സ് തൊട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സ് അതിൻ്റെ കണക്ക് അവതരിപ്പിക്കണം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ അതാണ് നമുക്കൊരു CA-കാരൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ള കാര്യം. അതിനുശേഷം 1999 എൻ്റെ അപ്പയുടെ ഫാദറിൻ്റെ ഒരു ഓർഗനൈസേഷനിൽ ഇതേപോലെ ഒരു ഇൻകം ടാക്സിൻ്റെ സർവേ നടക്കുകയും അതിനോടനുബന്ധിച്ച് ഒരു റെപ്യൂട്ടഡ് ആയിട്ടൊരു ചാർട്ടേഡ് അക്കൗണ്ട് അന്ന് കേരളത്തിലെ വലിയൊരു ചാർട്ടേഡ് അക്കൗണ്ട് അന്ന് വന്ന് അത് അപ്പിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണാനിടവരികയും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനുമാണ് എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ളത്. മേ ബി ഞാനെപ്പോഴും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് നോട്ടീസ് കേസുകളായിട്ട് തമാശയായിട്ട് പറയാറുണ്ട്, ഞാനൊരു ഇൻകം ടാക്സ് കേസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുപോകുന്ന വികാരം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മേ ബി അതായിരിക്കാം എനിക്ക് ആ കേസുകളോട് ഇത്രയും കൂടുതൽ ആഭിമുഖ്യമുണ്ട്. ഞാൻ ഇൻകം ടാക്സ് കേസുകളും GST അപ്പിയറിംഗ് കേസുകളുമാണ് കൂടുതലായിട്ട് ഹിയർ ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ട് രംഗത്തേക്ക് തന്നെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂരുമാണെങ്കിലും സ്ഥാപനമൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു തലത്തിലേക്ക് വരുമ്പോൾ അത് അപ്പച്ചൻ്റെ വലിയൊരു പ്രോത്സാഹനം കൂടി ഉണ്ടായിരുന്നില്ലേ? ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ഇൻഡസ്ട്രിയിലായിരുന്നു ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കരിയർ HP-യിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഹ്യൂലറ്റ് പെക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ജനറൽ മോട്ടോഴ്സിലേക്കാണ് മൂവ് ചെയ്തത്. മാനുഫാക്ചറിങ് യൂണിറ്റിലായിരുന്നു. അപ്പോൾ അതിനുശേഷം
ബാംഗ്ലൂരിലത്തെ ജോബ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ ആദ്യമായിട്ട് തൃശ്ശൂർ ഓഫീസ് എന്നുള്ളതായിരിക്കും എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടും. വടക്കാഞ്ചേരി പോലത്തെ ഒരു ഏരിയയിൽ പെട്ടെന്ന് ഒരു ഓഫീസ് എന്നുള്ളത് ഒരു ആക്സെപ്റ്റഡ് ആയിരുന്നില്ല. എൻ്റെ ഫാദറാണ് എനിക്കത് പറഞ്ഞത്. കാരണം വടക്കാഞ്ചേരി നമുക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ട്. അപ്പോൾ ആ ബേസിൽ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതും എപ്പോഴും അതായിരിക്കും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ടെന്യൂറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതും എൻ്റെ ഫാദറിൻ്റെ അഡ്വൈസ് ആയിരുന്നു. ആ അഡ്വൈസാണ് ഞാൻ എടുത്തത്. അത് കറക്റ്റ് ആയിരിക്കുന്നു എന്നാണ് ലാസ്റ്റ് 11 ഇയേഴ്സ് കാണുന്നത്. ഇപ്പോഴും മാണീസിന്റെ അവിടുത്തെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ് വടക്കാഞ്ചേരിക്കാർക്ക് കൂടുതൽ അറിയാം. മേ ബി ഒരു അനൂപി ഫ്രാൻസിസ് ഇല്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ പാരമ്പര്യമായി കൈമുതൽ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ മാണീസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പഴയ തലമുറകൾ തൊട്ട് പുതിയ തലമുറകൾക്ക് വരെയും കാണാപ്പാടമായി ഹൃദ്യസ്ഥമായ ഒരു പേരാണ്. ആ ഒരു തലത്തിൽ അപ്പച്ചൻ അന്നെടുത്ത തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഉചിതമായൊരു തീരുമാനം. സത്യമായിട്ടും അതുകൊണ്ടാണ് ഇവിടേക്ക് സഞ്ചരിക്കാൻ സാധിച്ചത്. ഇന്ന് നമുക്കറിയാം, ഒരുപക്ഷെ ഈ ഒരു മേഖലയെ കുറിച്ച് അത്ര കണ്ട് മലയാളികൾക്ക് പൊതുവായ ആളുകൾ കേൾക്കുന്ന ഒരു പേരാണ് കണക്കുകളും കാര്യങ്ങളും എല്ലാം നോക്കുന്ന ഒരു കണക്കപ്പിള്ള, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം പറയുവാൻ. എന്നതിൽ ഉപരിയായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളറകളിലേക്ക് എത്തുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഭാഗമാണ്. അതിലേക്ക് തന്നെ വഴി ഒരുക്കിയതെന്ന് പറയുന്നത് ഒരു ദൈവഹിതം തന്നെയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു എത്രയോ പേർ പഠിച്ച് പരീക്ഷ എഴുതിയാലാണ് അതിൽ വിരലിലെണ്ണാവുന്ന 3-4 പേരൊക്കെ ആയിരിക്കും പുറത്തേക്ക് എത്തുന്നത്. ഈ ഒരു തലത്തിലേക്ക് വരുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ഈ ഒരു തലത്തിലേക്ക് വിജയപൂർണ്ണമായിട്ട് എത്തുവാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഒരുപക്ഷെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയിലെ കുട്ടികളുണ്ട്. അവർക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും അങ്ങയുടെ ഒരു മറുപടി. തീർച്ചയായും. ഞാൻ 2005 എൻ്റെ +2 കഴിയുന്നത്. 2005 +2 കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് +2 എടുക്കുമ്പോൾ തന്നെ കൊമേഴ്സ് എന്തിനാ എടുത്തതെന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സയൻസ് എടുക്കാമായിരുന്നില്ലേ, സയൻസ് എടുക്കാനുള്ള മാർക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കൊമേഴ്സ് എടുക്കണേന്ന്. അപ്പോൾ തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ്. ഓൾറെഡി എൻ്റെ അമ്മയുടെ ബ്രദർ ചാർട്ടേഡ് അക്കൗണ്ട് ആണ്, ആൾ മരിച്ചുപോയി, പക്ഷേ ആൾ ചാർട്ടേഡ് അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ ആളായിരുന്നു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ഓൾ ദിസ് ആസ്പെക്ട് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊമേഴ്സ് എടുത്തപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം, എന്താണ് സയൻസ് എടുത്താൽ മതി, സയൻസ് ആണ് നല്ലത്, അതിൽ പോവും, നിങ്ങൾ മാർക്കുള്ളതല്ലേ, എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡോക്ടറോ നോക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തത്, ഞാൻ എപ്പോഴും കൊമേഴ്സ് സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് കൊമേഴ്സും, സെക്കൻഡ് പ്രിഫറൻസ് ഹ്യൂമാനിറ്റീസും, തേർഡ് പ്രിഫറൻസ് ആണ് ഞാൻ സയൻസ് കൊടുത്തത്. അതെ, അത് കാരണം അത് എനിക്ക് ഇഷ്ടം അതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൊമേഴ്സ് എടുത്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കോഴ്സാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷനാണ് ആദ്യത്തെ കടമ്പ, P1 എന്നാണെന്ന് പറയുന്നത്. അത് നമ്മൾ എടുത്തു, എക്സാം എഴുതി. ആ അറ്റംപ്റ്റിൽ ഞങ്ങൾ ഏകദേശം 63 സ്റ്റുഡൻസ് ആണ് സ്റ്റാർട്ടിങ് ക്ലാസ്സിനുണ്ടായിരുന്നത്. ഞങ്ങൾ ഏകദേശം 50ഓളം സ്റ്റുഡൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. 8 പേരാണ് ആ തവണ ആ എക്സാം പാസ്സായത്. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ സെൻറ് തോമസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു ഓപ്ഷൻ പുതിയതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കൊണ്ടുവന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് 3.5 കൊല്ലം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അപ്പോൾ നിൽക്കുന്ന നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇപ്പോൾ 3 കൊല്ലം 2 കൊല്ലമാക്കിയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോഴും പിന്നെയും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, സെൻറ് തോമസ് പോലെ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചിട്ട് ആർട്ടിക്കിൾഷിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യണം റെഗുലർ കോഴ്സ്. അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന റിക്വയർമെന്റ് മാത്രമേ ഉള്ളൂ, പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ റെഗുലർ കോളേജിൽ? അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് വരെ, എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് വരെ പറയുണ്ടായി, നിങ്ങളത് ചെയ്യുന്നത് മണ്ടത്തരാണ്, ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇനി ചെയ്യാൻ കാര്യം കിട്ടിയില്ലെങ്കിലും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫാദറിന്റെ വേറൊരു രീതിയിലുള്ള അഡ്വൈസിലേക്ക് അത് വന്നത്. ആ അഡ്വൈസ് ഇപ്പോഴും ഞാൻ ഓർത്ത് വെക്കാറുണ്ട്. ബൈ ചാൻസ് CA നീ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ കടയിലത്തെ കണക്ക് ചെയ്താൽ ഈ 3.5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാണ് പുറകിൽ നിന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. ഞാനിപ്പോൾ വരുന്ന തലമുറയിലെ യുവജനങ്ങളോട് പറയാനുള്ളത് പോലെ തന്നെ എനിക്ക് അവരുടെ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു ഇതാണ്, ഈ ഒരു വാചകമാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യം. നാളെ കിട്ടിയില്ലെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് എൻ്റെ ഫാദറാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ജയങ്ങളൊക്കെ എൻ്റെ ഫാദറിൻ്റെ അടുത്താണ് ആദ്യം ഇതാവുക. എൻ്റെ തോൽവികൾ വരുമ്പോൾ ഞാൻ ആദ്യം അമ്മയുടെ അടുത്ത് പറയും, കാരണം അമ്മയാണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ തന്നെ. അപ്പോൾ അവർ രണ്ടുപേരുമാണ് എന്നെ CA-കാരാക്കിയെന്ന് ഞാൻ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആ കാര്യം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പറയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യാം. ആ കാലഘട്ടത്തിൽ 2.5% പാസ് പെർസെൻറ്റേജ് ഫൈനൽ.
അത് കുറച്ച് ഹാർഡിൽസ് ഉണ്ട്. 3.5 കൊല്ലം ആർട്ടിക്കിൾഷിപ്പിൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. വളരെയധികം വർക്കുകളുണ്ട്. പക്ഷെ അതൊരു പോസിറ്റീവ് ഇതിലായിട്ട് നോട്ടിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 17 വയസ്സുള്ള ഒരാളിൽ നിന്നും 20-21 വയസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയൊരു സ്വാധീനം അതിനുണ്ട്. അത് കഴിഞ്ഞ് എക്സാം എഴുതി. ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എനിക്ക് എക്സാം കിട്ടിയില്ല, ഞാൻ ക്രാക്ക് ചെയ്തു. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു എക്സാം പോയാൽ, ഒരു പേപ്പർ പോയാൽ എല്ലാ പേപ്പറും എടുത്ത് എഴുതണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എക്സംഷൻ മാർക്കിന് 60 എബോവ് മാർക്സ് വേണം. പക്ഷേ ആ സമയങ്ങളിൽ റാങ്ക് മാർക്ക് 57 ആണ്. അപ്പോൾ ഒരിക്കലും 60 ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആയിട്ട് അന്ന് കണക്കാക്കിയിരുന്നില്ല. ഇത് സ്ട്രഗിൾ ചെയ്ത് തിരിച്ച് നമ്മളൊരു ഇതിലേക്ക് വന്ന്, ഞാനൊരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഭയങ്കര അധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. +1 +2 മാത്രമാണ് ഞാൻ ഇംഗ്ലീഷ് സ്ട്രീമിൽ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അത് മുന്നോട്ട് പോകാൻ തന്നെയുള്ള പ്രചോദനം വീട്ടുകാരെയും കൂട്ടുകാരെയും എൻ്റെ സാറുമാരെയും പ്രചോദനം എനിക്കുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഞാൻ ഫൈനൽ എഴുതിയത് 2011 അതിലെ ആദ്യത്തെ ഗ്രൂപ്പ് ഒരു മെയ് അറ്റംപ്റ്റിലും അടുത്തൊരു നവംബർ അറ്റംപ്റ്റിലും 2011 ഞാൻ പാസ് ഔട്ടായി. ഞാൻ പാസ്സാവുമ്പോൾ ഓൾ ഇന്ത്യ പാസ് പെർസെൻറ്റേജ് 2.5 ആണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു 97.5% ആ അറ്റംപ്റ്റിൽ കിട്ടാത്ത ആൾക്കാരെ എന്നേക്കാളും മികച്ചതല്ലാതിരുന്നിട്ടല്ല. മേ ബി അന്ന് എൻ്റെ ഭാഗ്യത്തിന്റെ സമയവും ദൈവം ഇവിടേക്കുള്ള യാത്രയുടെ നിമിത്തമായിരുന്നു അതാണ്. എനിക്ക് തോന്നുന്നു ഇത് യഥാർത്ഥത്തിൽ അത്ര ടഫായ കാര്യമല്ലേ? നമുക്ക് ഇപ്പോൾ വരുന്ന സിറ്റുവേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ 2.5 എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ 1,50,000 താഴെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാത്രമാണ് അന്ന് ഇന്ത്യയിൽ മൊത്തമുള്ളൂ. 1949 തൊട്ട് 2011 വരെ കണക്കെടുക്കുകയാണെങ്കിൽ 1,50,000 താഴെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് എൻ്റെ മെമ്പർഷിപ്പ് നമ്പർ നോക്കുമ്പോൾ അതിൽ വരുന്നത്. അതിനുശേഷമുള്ള 14 കൊല്ലത്തിൽ ഇപ്പം 4 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, 4 ലക്ഷം പ്ലസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പാസ് പെർസെൻറ്റേജ് 8-നും 10-നും ഇടയിലാണ്. അപ്പോൾ 7.5% ഇൻക്രീസ് വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് അവെയർ ആണ്. ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസ് കൊമേഴ്സിലേക്ക് വരാനും ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബോധ്യം അത് വിവിധ രീതിയിൽ നടക്കുന്നുണ്ട്. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ CA, CMA, ICSI ഇവർ 3 പേരാണ് ഇന്ത്യയുടെ പ്രൊഫഷണൽ ബോഡീസ്. മാത്രമല്ല വിദേശത്തുള്ള ACCA, CPA അതായത് അമേരിക്കയുടെയാണ് CPA എന്ന് പറയുന്നത്, UKയുടെയാണ് ACCA എന്ന് പറയുന്നത്, SIMA എന്ന് പറഞ്ഞ UKയുടെ ഒരു കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസ് എല്ലാം കൊമേഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം ക്ലാസ്സും ട്രെയിനിങ് പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഞങ്ങളുടെ പാരന്റ് ഓർഗനൈസേഷനും വളരെ വലിയ രീതിയിലുള്ള PR വർക്ക്സ് ആണ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് അവയർനെസ് വരാൻ. അതിനോടനുബന്ധിച്ച് ക്വാളിറ്റി സ്റ്റുഡൻസ്, അതായത് ഒരു ബാച്ചിൽ തൃശ്ശൂർ ചാപ്റ്ററിൽ ഒരു സമയത്ത് ഒരു ക്ലാസ് പോലും നടക്കാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം അറ്റ് എ ടൈം 750 സ്റ്റുഡൻസും ഒരു കൊല്ലത്തിൽ 4000 സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തൃശ്ശൂർ ബ്രാഞ്ച് വളർന്നുവെങ്കിൽ അത്രയധികം നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുന്നുണ്ട്, ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് കൂടുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് പാസ് പെർസെൻറ്റേജ് വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം എന്നുള്ളത് ചെറിയൊരു നമ്പർ അല്ല. ഇന്ന് അഭിമാന നിമിഷത്തിൽ നിൽക്കുമ്പോൾ തൃശ്ശൂരിലെ തന്നെയും ഇവിടെയും എത്ര ജോലിക്കാർ കീഴിലുണ്ട്? നമുക്ക് ഏകദേശം 79ഓളം 79 കുടുംബങ്ങൾ. 79 നമുക്ക് ഇന്റേൺസ് ഉണ്ട്. അവർ CAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ജൂനിയേഴ്സ് ആണ്. പക്ഷെ അവരെ ഭാവിയിലെ ഒരു 50 CAക്കാരാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് യഥാർത്ഥത്തിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വലിയതല്ലേ? കാരണം വെച്ചാൽ സർക്കാരിന്റെയും അല്ലേ ഈ കച്ചവടത്തിന്റെ ഇന്റർമീഡിയറ്റ് നമ്മുടെ ഒരു വർഷം എത്ര ഒപ്പിടാൻ സാധിക്കും? 60 ആണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാക്സിമം. അത്ര കണ്ട് സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ്. 60 വർക്കാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഒരു കൊല്ലം ചെയ്യുന്നത് എങ്കിൽ ആൾക്ക് ആ സൂക്ഷ്മത നിർബന്ധമായിട്ടുണ്ട്. അതിൻ്റെ ഓരോ തെറ്റുകൾക്കും ചാർട്ടേഡ് അക്കൗണ്ടിന് പെനാൽറ്റിയോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷനോ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട്. വെറുതെ ഒരു ഒപ്പല്ല. ഞാനത് ഒപ്പിനാണ് വില എന്ന് പറയുന്നത്. ഒപ്പ് നമ്മൾ അവിടെ പതിക്കുന്നത് ഇത് ഞങ്ങൾ വെരിഫൈ ചെയ്തു, ഇതിലത്തെ ക്ലോസുകൾ കറക്റ്റ് ആണ്, ഞങ്ങൾ നിയമപ്രകാരം നോക്കേണ്ട എല്ലാ ക്ലോസുകളും ശരിയാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ആ ഒപ്പിന് ഞങ്ങളുടെ ജീവന്റെ വിലയുണ്ട്. അതായത് നമ്മൾ പൊതുവെ നാട്ടിൽ ചൊല്ലുന്ന ഒരു ചൊല്ലുണ്ട്, ആ ഒപ്പിനാണ് വില എന്ന്. യഥാർത്ഥത്തിൽ ഈ ഒപ്പിന്റെ വില എന്തെന്നാണ് നമ്മുടെ ഈ ഒരു ചർച്ചയിലൂടെ കൊണ്ടുവരുന്നത്. കാരണം പൊതുസമൂഹത്തിൽ ഒരു ധാരണ ഉണ്ടാവും, ഇവരുടെ ജോലി എന്താണ്, ഇതിന്റെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ പൊതുവായിട്ടൊരു ആശങ്കകൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്ന
യുവതലമുറയോട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഇപ്പോഴുള്ള പ്രാക്ടീസിന്റെ രീതികൾ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ കണക്കുകളെല്ലാം ഒരു അക്കൗണ്ടന്റ്, കണക്ക് പിള്ള എന്ന് പറയുന്ന ഒരാൾ എഴുതി കൊണ്ടുവരുന്നു, ചാർട്ടേഡ് അക്കൗണ്ട് അത് വെരിഫൈ ചെയ്യുന്നു, സൈൻ ചെയ്യുന്നു. ഒരു അറ്റസ്റ്റേഷൻ ഫംഗ്ഷൻ മാത്രമായിട്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ള ജോബ് നിന്നിരുന്നത്. അത് കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉള്ള രീതികൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എല്ലാവരും ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിന്, ഇപ്പം ഞാൻ അടക്കമുള്ള എൻ്റെ ഫാദറിൻ്റെ ബിസിനസ്സിലാണെങ്കിലും നമ്മളൊരു കാര്യം കഴിഞ്ഞ് മാർച്ച് 31 അവസാനിച്ച് ഓഡിറ്റ് കഴിഞ്ഞ് ഒരു സെപ്റ്റംബറോടുകൂടി ആ ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഇന്നതാണെന്ന് അപഗ്രഥിച്ച് വരുമ്പോഴേക്കും അതിനുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ബിസിനസ് ഉദ്ദേശിക്കുന്നത് റിയൽ ടൈം റെമഡീസ് ആണ്. അതായത് ഇന്നാണ് ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒപ്പീനിയൻ അടുത്ത് തന്നെ കിട്ടും. അപ്പോൾ മാനേജ്മെന്റ് കൺസൾട്ടൻസിയിലേക്കാണ് കൂടുതൽ നമ്മുടെ ഒരു മാറ്റം വന്നത്. അതിനോടൊപ്പം തന്നെ വളരെയധികം രീതിയിൽ ഔട്ട്സോഴ്സിങ് വർക്കുകൾ കണ്ടമാനം കൂടുന്നുണ്ട്. കാരണം ഇപ്പോൾ അറിയാവുന്നതുപോലെ ഗൾഫ് കൺട്രീസിൽ എല്ലാവർക്കും ടാക്സസ് വന്നു. അപ്പോൾ അവിടെ അത് എക്യുപ്ഡ് ആവാനുള്ള പ്രൊഫഷണൽസ് അവിടെ ഇല്ല. നമ്മൾ അവിടെ പോയിട്ട് ഒരു ഓഫീസോ അങ്ങനത്തെ റൺ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് കോസ്റ്റ് വൈസ്. അപ്പോൾ ഒരു ബാക്ക് ഓഫീസ് സെറ്റപ്പിലേക്ക് കേരളത്തിലത്തെ കണ്ടമാനം ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവസരങ്ങളുണ്ട്. വളരെയധികം എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യതകൾ തുറന്നിട്ടുണ്ട്. സാധ്യതകൾ കൂടി, റിസ്ക്കും കൂടി എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന ഒരു 11 കൊല്ലം മുപ്പാട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെക്കാളും 3 കൊല്ലം പുറകിലാണ് സഞ്ചരിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെക്കാൾ മുന്നിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താണ് ഇന്ന് ബാങ്ക് അക്കൗണ്ടിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിയൽ ടൈം ഓൾമോസ്റ്റ് അവരവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ എല്ലാം കവേർഡ് ആണ്, എല്ലാം കണക്റ്റഡ് ആണ്. പാൻ, ആധാർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഇത് കണക്റ്റഡ് ആണ്. നമ്മുടെ RTO, ഒരു വണ്ടി വാങ്ങിച്ചാൽ പോലും രജിസ്ട്രേഷൻ നടന്നാൽ, സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നാൽ എല്ലാ ഡാറ്റയും നമുക്ക് അവർക്കിപ്പോൾ ഒരു വിരൽത്തുമ്പിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവരുടെ ബാക്ക് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. TCSും ഇൻഫോസിസും പോലത്തെ ഓർഗനൈസേഷനാണ് അവർക്ക് ബാക്ക് ഓഫീസ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അവർ വെൽ അഡ്വാൻസ്ഡ് ആണ്. നമ്മളും ഭയങ്കര കെയർഫുൾ. ഒന്നും എളുപ്പമല്ല. ബിസിനസ്സും എളുപ്പമല്ല, ജോലി എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു യാത്രയിൽ ഏറ്റവും തിളക്കമാർന്നതും ജീവിതത്തിൽ ഏറ്റവും കോൺഫിഡൻസ് ലെവലിലേക്ക് ഉയർന്നതും ഒരു പുരസ്കാരം തേടിയെത്തുമ്പോഴാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ലെവൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തു അല്ലേ? അതിൻ്റെ ഓർമ്മകൾ 2024 ഫെബ്രുവരി 1 ഞാൻ തൃശ്ശൂർ ബ്രാഞ്ചിൻ്റെ ICA തൃശ്ശൂർ ബ്രാഞ്ചിൻ്റെ ചെയർമാനായിട്ട് സ്ഥാനമെടുക്കുന്നത്. ICA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റ് കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഡീസെൻട്രലൈസ്ഡ് ഓഫീസാണ് തൃശ്ശൂർ ബ്രാഞ്ച്. സൗത്ത് ഇന്ത്യയിൽ 45 ബ്രാഞ്ചുകളാണ് ഇതേപോലെയുള്ളത്. 5 സംസ്ഥാനങ്ങൾക്കും 2 യൂണിയൻ ടെറിട്ടറിക്കും കൂടിയാണ് ഇതുള്ളത്. കേരളത്തിൽ ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 8500 മുകളിലാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഒരു 1100ഓളം ചാർട്ടേഡ് അക്കൗണ്ടൻസ് തൃശ്ശൂർ ജില്ലയിലാണ്. എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. ആ ബ്രാഞ്ചിൻ്റെ 6 കൊല്ലമായിട്ടുള്ള കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഞാൻ. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് പൊസിഷനായിട്ട് ചെയർമാൻഷിപ്പ് കഴിഞ്ഞ കൊല്ലം എടുത്തു. ചെയർമാൻഷിപ്പ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചെയർമാൻ ആവാൻ പറ്റുള്ളൂ. ഇനി അതിലേക്ക് ഇലക്ഷനിൽ ഫോർമലി മത്സരിക്കാൻ പോലും ഞാൻ അർഹനല്ല. അടുത്ത ലെവലിലേക്ക് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വൺ ടൈം ഒരു ഇവന്റ് ആണ് ചെയർമാൻഷിപ്പ് എന്നുള്ളത്. അതൊരു ഇത്രയും സ്റ്റുഡൻസും ഞാൻ നേരത്തെ പറഞ്ഞ 3000ഓളം സ്റ്റുഡൻസ് ഒരു കൊല്ലം പഠിച്ചു പോകുന്നു. അപ്പോൾ 3000 യങ് ബഡിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ട ക്ലാസ്സസും ബാക്കി കാര്യങ്ങളും നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നു. 1000ഓളം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ട് സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് സെൻട്രലൈസ്ഡ് ഓഫീസിനെ അറിയിക്കാനും ഇവിടെ നടത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ നമുക്ക് മാക്സിമം ഇടപെടാനും സാധിച്ചു. 12 മാസത്തോളമാണ് നമ്മുടെ ടെന്യൂർ വരുന്നത്. ഈ ഫെബ്രുവരി 17 ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തത് ചെയർമാൻഷിപ്പിൽ നിന്ന്. ആ ഒരു കാലഘട്ടത്തിലത്തെ ഫെബ്രുവരി തൊട്ട് ജനുവരി വരെയുള്ള ഒരു കൊല്ല കാലഘട്ടത്തിലത്തെ പെർഫോമൻസ് അനലൈസ് ചെയ്ത് സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ബ്രാഞ്ചായിട്ട് തൃശ്ശൂർ ബ്രാഞ്ചിനെ സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അതും അന്നത്തെ ആ തുടക്കത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. അതെ, ഞാനിത് പറയാൻ കാരണം ദൈവാശ്രയ ബോധമുള്ള ഒരു തലമുറയുടെ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പച്ചനാണെങ്കിലും ഈ കാര്യത്തിൽ കണിശക്കാരനായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പച്ചനോട് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അപ്പച്ചൻ പറയുന്നത് കള്ളത്തരം കാണിക്കരുത്. അപ്പച്ചൻ പറഞ്ഞൊരു കാരണം, നമ്മുടെ ജീവിതത്തിൽ കള്ളത്തരം കാണിക്കാതെ ലൈഫിനെ കണ്ട് കറക്റ്റായി പോയി കഴിഞ്ഞാൽ
ജീവിതത്തിൽ വിജയം പിന്നാലെ വരും. എനിക്ക് തോന്നുന്നു അതും ഇങ്ങനെ പതുക്കെ പതുക്കെ മക്കളോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയാറുണ്ട്. ഞാനായിരിക്കും മേ ബി 3 തലമുറയിൽ നിന്ന് ആദ്യമായിട്ട് ജോലിയിലേക്ക് കിടക്കുന്ന ഒരു ആൺകുട്ടി. കാരണം അപ്പയുടെ ചേട്ടൻ ഓൾറെഡി മകൻ MBA കഴിഞ്ഞ ആൾ ഓൾറെഡി ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തു. ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു തന്നൊരു ഉപദേശമാണ്. അതായത് ഞാനൊരു 7 വയസ്സ് 8 വയസ്സോട് കൂടിയിട്ട് ഞാൻ കടയിൽ ഒഴിവ് സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ CA ഫൈനൽ എക്സാം എഴുതുന്ന ദിവസം രാവിലെ എൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഡാഡി ഇവിടെ ഇല്ല, ഒരു ഹോസ്പിറ്റൽ എമർജൻസി ആയിട്ട് ഡാഡി പുറത്താണ്, മമ്മിയും ഇല്ല. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ എമർജൻസി ഒരു കട തുറന്നതിന് ശേഷമാണ് ഞാൻ CA എക്സാം ഫൈനൽ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫാദറിൻ്റെ ഈ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നീ എങ്ങനെയാണോ നിൻ്റെ കടയിൽ വർക്ക് ചെയ്യുക അതേപോലെ ആയിരിക്കണം നീ ആർട്ടിക്കിൾഷിപ്പിന് പോകുന്ന ആ ഓഫീസിൽ വർക്ക് ചെയ്യണം. 17 വയസ്സുള്ള ഒരു ചെറിയ പയ്യനായിട്ടുള്ള ഞാൻ തിരിച്ച് ഡാഡിയോട് ചോദിച്ചു, അത് എന്തിനാ ഡാഡി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അത് എൻ്റെ സ്ഥാപനമല്ലല്ലോ, ഞാനൊരു ഇന്റേൺഷിപ്പിന് പോവുകയല്ലേ എന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞൊരു വാക്യം ഇപ്പോഴും ഞാൻ മനസ്സിലേക്ക് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് നീ എങ്ങനെയാണോ ആ സ്ഥാപനത്തിൽ വർക്ക് വിജയിക്കുക അതായിരിക്കും നീ നാളെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നിന്റെ സ്ഥാപനത്തിൽ വന്നിട്ട് ആൾക്കാർ ചെയ്യണം. എല്ലാവരും നന്നായിക്കൊള്ളണമെന്നില്ല എന്ന് ഡാഡി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 11 കൊല്ലമായിട്ട് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 11 കൊല്ലം, ജോലിയിലിരിക്കുന്ന ഒരു 3.5 കൊല്ലം അടക്കം 14 കൊല്ലമായി ഞാനിപ്പോൾ ഓൾറെഡി ഈ ഫീൽഡിൽ. എപ്പോഴെങ്കിലും ഒരിക്കൽ എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു നല്ല വ്യക്തി എൻ്റെ ടീമിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു ധൈര്യം ഞാനിപ്പോൾ കാണുമ്പോൾ അന്ന് ശരിക്കും വർക്ക് ചെയ്തത് കൊണ്ടായിരിക്കാം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നുന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്. യുവതലമുറയ്ക്ക് ഞാൻ എപ്പോഴും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ ആർക്കും എതിരോ അങ്ങനത്തെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നതല്ല, പക്ഷെ ചില രീതിയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളോട് തിരിഞ്ഞു നിൽക്കുന്ന തലമുറയോട് എനിക്ക് എൻ്റെ ഫാദർ പറഞ്ഞ ഈ വാക്യം വളരെയധികം നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് പറയാറുണ്ട്. നിങ്ങൾ എന്താണോ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ ചെയ്യുന്നത് അതായിരിക്കും നാളെ നിങ്ങൾക്ക് കാലചക്രം തിരിച്ചു വരുമ്പോൾ കിട്ടുക എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുറകിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അധികം ദൂരമില്ലെങ്കിൽ പോലും കാണുന്ന ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായ ചിത്രങ്ങളൊക്കെ തന്നെയാണ്. ഒരു അഭിമാന നിമിഷമല്ലേ? തീർച്ചയായും വളരെയധികം അഭിമാനം തോന്നുന്നതാണ്. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ നേടുക, നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായിട്ട് തിരിച്ചു വരിക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രാക്ടീസ് നമുക്കുണ്ട്, വളരെയധികം വേദികൾ നമുക്ക് തുറന്നു തരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അഭിമാനം. മുന്നിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യം? മുന്നിലേക്ക് ഇനി അടുത്ത ഒരു ഓഫീസിന്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് ഞാൻ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. ബിസിനസ്സിൽ ഞാൻ ആക്റ്റീവ്ലി പങ്കാളി അല്ലെങ്കിലും കാരണം എന്റെ ബാക്കി എല്ലാ രീതിയിലും എനിക്ക് എന്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, നിയമപ്രകാരം എനിക്ക് പെർമിറ്റഡ് അല്ല. അതിന് ഞങ്ങൾക്ക് വേറെ ഓഡിറ്റർ ഉണ്ടാവണം. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഓഡിറ്ററും ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ടിയുള്ള ഡാറ്റ കൊടുക്കലും. ഭയങ്കര സൗഹൃദനാണ്. നമുക്കറിയാൻ അറിയാൻ പറ്റും വടക്കാഞ്ചേരിയിലെ ഒരു പ്രത്യേകത അനുസരിച്ച് പപ്പയുടെ ഒരു ആവശ്യത്തിന് പപ്പയുടെ മുമ്പിൽ വന്ന പപ്പ അങ്ങനെ വെറുതെ വിടുന്ന ആളല്ല. അതേ ഒരു സൗഹൃദത്തിന്റെ ഒരു വലയത്തിൽ അങ്ങ് പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. വടക്കാഞ്ചേരിയും തൃശ്ശൂരാണ്. ഞാൻ പഠിച്ചത് തൃശ്ശൂർ ആയതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സ് തൃശ്ശൂരാണ്. യാത്രകൾ ഇഷ്ടമാണ്. ഞാൻ നിറയെ യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഈ മാസം തന്നെ 2 യാത്രകൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് സമയം ഇതിനൊക്കെ? 1 കൊല്ലത്തോളം ഞാൻ തികഞ്ഞൊരു ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു. ഞാൻ എൻ്റെ എല്ലാ രീതികളും മീറ്റിംഗ് റിക്വസ്റ്റ് വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു കഴിഞ്ഞ 1 കൊല്ലം നടന്നത്. പക്ഷേ നമുക്ക് ഓഫ് സീസൺസ് ഉണ്ട്. നമുക്ക് ഓഡിറ്റ് സീസണിന്റെ പീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ഓഡിറ്റ് സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാളെയും മറ്റന്നാളും ബാങ്ക് ഓഡിറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യും. ഇന്നലെ ഒരു ബാങ്ക് ഓഡിറ്റിലായിരുന്നു, ഞായറാഴ്ച അടക്കം ബാങ്ക് ഓഡിറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത 2 ദിവസം ബാങ്ക് ഓഡിറ്റ് ഫൈനലൈസേഷൻ കഴിഞ്ഞാൽ ഇനിയുള്ള അടുത്ത 1 മാസം നമുക്ക് റിലേറ്റീവ്ലി ഫ്രീ ആണ്. അപ്പോൾ അതിലും കുടുംബവും എല്ലാമായിട്ട് കുടുംബത്തെ കുറിച്ചൊന്ന് സംസാരിക്കാം. മക്കള്, ഭാര്യ? വൈഫിന്റെ പേര് റിഷ്മു ജോൺസ് തെക്കത്ത് നിന്നാണ്. ആള് MTech കംപ്ലീറ്റ് ചെയ്തു ഫുഡ് പ്രോസസിംഗ് എഞ്ചിനീയറിംഗിൽ. ആളാണ് ഡാഡിയുടെ ഒപ്പം ബിസിനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ഒരു ബിസിനസ് ഏരിയ. മകന് പകരം അവിടെ മരുമകളുണ്ട്. ഞാൻ പ്രാക്ടീസിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നിനക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കാരണം അവിടെ നമുക്ക് ഗുണങ്ങളുണ്ട്, അപ്പോൾ അവിടേക്ക് പോകാം. ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവരും ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അവർക്കും പ്ലൈവുഡിന്റെ 3 ഷോപ്പ് ഫാദറിനും ബ്രദറിനും ഉണ്ട്. അപ്പോൾ അവരും ചെറുപ്പം തൊട്ട് ആ ബിസിനസ്
കണ്ടുകൊണ്ടായിരിക്കും അവരത് ആക്സെപ്റ്റ് ചെയ്തു. അവർ 2-3 ഷോപ്പിൻ്റെയും പർച്ചേസിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, അപ്ലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊക്യൂർമെൻറ്റും അവിടെ ആൾ ഫുൾ ടൈം ഉണ്ടാവും. മക്കളുടെ കാര്യം മുടക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അമ്മയായതുകൊണ്ട് 4:30-ക്ക് ശേഷം ആൾ വീട്ടിൽ വന്ന് മക്കളുടെ കാര്യം മൂത്താളുടെ പേര് മാണി ഫ്രാൻസിസ് വടക്കനാണ്. തിരിച്ചിട്ടു. എന്റെ അപ്പാപ്പന്റെ പേരും അവന്റെ അപ്പാപ്പന്റെ പേരും വിചാരിച്ചു. ആളിപ്പോ 5 ക്ലാസ് കഴിഞ്ഞു, 6ാം ക്ലാസ്സിലേക്കാണ്. രണ്ടാമത്തെ ആളുടെ പേര് ജോൺസ് മാണി വടക്കനാണ്. ജോൺസ് വൈഫിന്റെ ഫാദറിന്റെ പേരാണ്. അപ്പാപ്പന്റെ പേരുണ്ടാവണം. ഇപ്പൊ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു മാണീസിന്റെ അവിടുത്തെ ചാർട്ടർ അക്കൗണ്ട്. അപ്പൊ പേര് കേട്ട് അവർക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമ്മൾ കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു മാണിസിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് പാരമ്പര്യമായി തലമുറകൾ കൈമാറിയ ഒരു ടൈറ്റിൽ ഉണ്ട്. അത് നമുക്കൊരു ബ്രാൻഡ് ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ ബ്രാൻഡ് ആക്കിയത് കാരണവന്മാരാണ്. പിന്നെ അത് കൈമുതലാക്കി അത് ചോരാണ്ട് അതിലൊരു ഭംഗമില്ലാതെ കൊണ്ടു നടക്കുന്നത് ഒരുപക്ഷെ അനിൽ സാറിന്റെ ഒക്കെ ഉത്തരവാദിത്തങ്ങളാണ്. അത് ഏറ്റവും ഭംഗിയായി ഇപ്പോൾ നിലനിന്ന് പോകുന്നുമുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തേക്ക് നിരീക്ഷിക്കാറുണ്ടോ? തീർച്ചയായും. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഒരിക്കലും സമൂഹത്തിന്റെ പൾസ് അറിയാണ്ട് ഓഡിറ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ സ്വർണ്ണ വിപണിയിലുള്ള വരുന്ന മാറ്റങ്ങൾ പോലും നമ്മുടെ ഏറ്റവും കൂടുതൽ ക്ലയൻസ് സ്വർണ്ണത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ക്ലയൻസ് എന്ത് ഇമ്പാക്ട് ഉണ്ടാവും? അപ്പോൾ March 31 ഇത്രയും ഗോൾഡിന്റെ റേറ്റ് കൂടുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റീലിന്റെ വ്യവസായം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പ്രൊക്യൂർമെന്റ് വേണമെങ്കിൽ കൂട്ടി വെച്ചോ അല്ലെങ്കിൽ കുറച്ച് വെച്ചോ എന്ന് പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഈവൻ ട്രംപിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെസിപ്രോക്കൽ ടാക്സേഷൻ വരെ നമുക്ക് ഇവിടെ ഇമ്പാക്റ്റുകൾ ഉണ്ടായിരിക്കും. എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഫിഷ് മീൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയണം നിങ്ങൾ കുറച്ചും കൂടെ അവെയർ ആയിരിക്കണം. കാരണം കെയർഫുൾ ആണ്, നിങ്ങൾക്ക് അധികം ഹെവി സ്റ്റോക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, സെക്കൻഡ് മുമ്പ് ഡിസ്പോസ് ചെയ്യാൻ പറയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൾസ് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. സൊസൈറ്റിയും പൾസ് അറിഞ്ഞേ പറ്റുള്ളൂ. ഈ കുടുംബത്തിലുള്ള സൗഹൃദ നിമിഷങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഭയങ്കര കൂടുതലാണ്. എൻ്റെ ഫാദർ മേ ബി ഒരു ഫ്രണ്ടായിട്ടാണ് ഞങ്ങളെ കൂടുതൽ കൊണ്ടും കർക്കശമായിട്ടുള്ള വരിയിൽ കർക്കശമായിട്ട് തന്നെ ആൾ പെരുമാറിയെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വൈകിട്ട് ഞങ്ങളുടെ ഒരു സഭ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഒരു മേജർ ഡിസിഷൻ ഷോപ്പിലെ ഒരാളെ കുറിച്ചുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു കാര്യം തുടങ്ങാൻ പോവുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണായിട്ട് എല്ലാവരും ചർച്ച ചെയ്യണം. അപ്പോൾ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ് പേച്ചു പോയപ്പോൾ ഞങ്ങൾ 3 പേരെ തിരിച്ച് വൈഫ് വന്നപ്പോൾ വൈഫും ഇപ്പോൾ പിള്ളേരും വരെ ശരിക്കും ഞങ്ങളൊപ്പം ഇരിക്കും. അവരവരുടെ അഭിപ്രായം വൈകിട്ട് എപ്പോഴെങ്കിലും ഡാഡി ഷോപ്പ് അടച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വീട്ടിലുള്ള സമയങ്ങളിൽ ഒരു അരമണിക്കൂർ ഇവിടെ തന്നെ ഇരുന്ന് സംസാരിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവിടെ പറയും. അല്ലെങ്കിൽ ഒരു പുതിയ അഭിപ്രായം വന്നു, അല്ലെങ്കിൽ കടയിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഓഫീസ് ഇങ്ങനെയാണ് വേണ്ടത്, ആ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മേ ബി അത് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നാറുണ്ട് ഇപ്പോഴും. കാരണം നമ്മൾ മാത്രമല്ല, ഒരു പാനലല്ല ഡിസിഷൻ എടുക്കുന്നത്, അതിപ്പോഴും പോസിറ്റീവായിട്ടാണ് വരാറ്. എന്തായാലും ഒരു ബ്രാൻഡിലേക്ക് ഉയരുന്നതിനപ്പുറം കൂടുതൽ ഉന്നതങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും ദൈവാശ്രയ ബോധമുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു ഐശ്വര്യം നിറഞ്ഞത്. എങ്ങനെ പള്ളി കാര്യങ്ങളും ഒക്കെ കേട്ട് വിശ്വാസമുണ്ട്, സമയമുണ്ട്. ഞാൻ പള്ളിയിലെ കാര്യങ്ങളിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രാർത്ഥനകൾ, പക്ഷേ പ്രാർത്ഥനകളിലെ ചെറിയൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വലിയ ഷോ ഓഫുള്ള പ്രാർത്ഥനകളോടോ എനിക്ക് താല്പര്യമില്ല. ഞാനും ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള സംവാദമാണ്. കുർബാനകളും ബാക്കി കാര്യങ്ങളും അത് നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. കാരണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാറ്. ഞാനൊരു കടുത്ത വിശ്വാസിയാണ്, പക്ഷേ അന്ധവിശ്വാസിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എപ്പോഴും കുടുംബ പ്രാർത്ഥനകളോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അത് നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആ പ്രൊസീജിയർ ഇതാവില്ല. പക്ഷേ കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് ഒരു കൂട്ടായ ഒരു ഇതിലോ അങ്ങനത്തെ ഇതിലോ ഞാൻ ഇടപെടാറില്ല. ധ്യാനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോടോ എനിക്ക് പേഴ്സണലി ഞാൻ മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ ഹോബി അങ്ങനെ പ്രത്യേകിച്ച് ഹോബി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യാത്രകൾ ഇഷ്ടമാണ്, ഡ്രൈവ് ചെയ്യും. ഭക്ഷണ പ്രിയനാണോ? ഭക്ഷണം അത്ര ഒരു ഇതല്ല, ഒരു ബോഡി ടേസ്റ്റ് നോക്കും. ഞാൻ മേ ബി ബ്ലെസ്ഡ് ആണ്. കാരണം എൻ്റെ മദർ പഴയ പുരാതന കത്തോലിക്ക കുടുംബത്തിലെ എല്ലാ ഡിഷസും അമ്മ ഉണ്ടാക്കും. മോഡേൺ ആയിട്ടുള്ള പിസ്സ ബാക്കി കാര്യങ്ങളും കേക്ക് എല്ലാം വൈഫ് ഉണ്ടാക്കും. അപ്പോൾ അത്യാവശ്യം ഇവിടെ തന്നെയുണ്ട്. പുറത്തുനിന്ന് ഞാൻ എല്ലാ ഹോട്ടൽസും ഒരു ഇതും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഫുഡ് നമുക്കൊരു ക്രൈസ് അല്ല, പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ആളാണ്. ഒരു എല്ലാ റെസ്റ്റോറൻറ്റ്സും ഞാൻ എവിടെ പോയാലും, ഏത് പുറത്ത് രാജ്യം പോയാലും, ഇന്ത്യക്ക് തന്നെ വേറെ സ്ഥലത്ത് പോയാലും ഞാൻ
അതാ സ്ഥലത്തെ ഡിഷസ് ട്രൈ ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തായാലും ഈ യാത്ര കൂടുതൽ ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കട്ടെ. പിറകിലേക്ക് നോക്കുമ്പോൾ അഭിമാനത്തിൻ്റെ നിമിഷത്തിൽ തന്നെയാണ്. കടന്നു വരുന്ന യുവതലമുറയോട് ഏറ്റവും വലിയ ഒരു അഭിപ്രായം തന്നെയാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. എടുക്കുന്ന ഉത്തരവാദിത്തം എന്ത് തന്നെയാണെങ്കിലും ആ എടുക്കുന്ന ഉത്തരവാദിത്തം ഏറ്റവും വലുതാണെന്നും കൃത്യമായി ചെയ്യണമെന്നുമുള്ള ഒരു കണിശത നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം വരുമെന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഇരിക്കുന്ന വ്യക്തിത്വം. ഞങ്ങളുടെ എനി ടൈം ന്യൂസിൻ്റെ പ്രേക്ഷകരോടും എന്താണ് സംസാരിക്കാനുള്ളത്? നല്ല ഒരു മനുഷ്യനായി വളരാനാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നിങ്ങൾ എല്ലാവർക്കും ഒരു അഡ്വൈസ് കൊടുക്കേണ്ടത്. എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എത്ര നമ്മൾ ഉന്നതിയിലെത്തിയാലും നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ഒരാൾ അയാളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടാണ് ഇത്ര സിറ്റിങ്ങിന് ഒരു ഫീസ് വാങ്ങിക്കണം എന്ന് നിർബന്ധം പറയുമ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് ആൾ ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ്, അയാൾ അതിൽ നിന്ന് രക്ഷിക്കണം. ചിലപ്പോൾ അയാൾക്ക് ഫീസ് തരാൻ സാധിക്കുമായിരിക്കില്ല, കാരണം അയാൾ അങ്ങനെ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ. എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, ഇൻകം ടാക്സ് നോട്ടീസ് കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ കഷ്ടകാലം നിൽക്കുന്ന സമയത്ത് ഒരു ഇൻകം ടാക്സിന്റെ സർവേ റെയ്ഡോ അല്ലെങ്കിൽ ഒരു GSTയുടെ നോട്ടീസോ വന്ന് നിൽക്കുന്നതിൽ കുഴിയിലിറങ്ങിയിരിക്കുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന ഒരു കൈക്ക് അയാളുടെ ജീവനോളം വിലയുണ്ടായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പൈസ നോക്കരുത്, നമ്മൾ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഡെഫിനറ്റായിട്ടും നമ്മുടെ ജോലിക്ക് നമ്മൾ കൂലി വാങ്ങിക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ പെട്ടുകിടക്കുന്ന ഒരാളെ പിന്നെയും പടുകുഴിയിലേക്കല്ല കൊണ്ടുവരേണ്ടത്. നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു കൈ അയാൾ അടുത്ത തലമുറയിലെ ഒരു വൻ വിജയിയായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എപ്പോഴും വരും. അയാളുടെ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിൽ ചില ആളുകൾക്കൊക്കെ ഒന്ന് വെളിച്ചം പകർന്നു കൊടുക്കുക അല്ലേ? നമ്മൾ കൊടുക്കുന്ന വെളിച്ചം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പ്രകാശമായിട്ട് വരും. അതെവിടെയാണോ എങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ചിലപ്പോൾ ആ വെളിച്ചമായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എപ്പോഴെങ്കിലും ഒരിക്കൽ. അത് തന്നെയാവട്ടെ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഒരല്പസമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് പിന്നിട്ട വഴികളിലൂടെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങ് വന്നതിനെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് എനി ടൈം ന്യൂസിന് വേണ്ടിയിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.